ഹലോ, വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. പൈനാപ്പിൾ ലൈമാണ്. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പൈനാപ്പിൾ ലൈം എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി പൈനാപ്പിൾ വേണം, ലെമൺ വേണം, ഷുഗർ വേണം, പിന്നെ വാട്ടർ. നമ്മളൊരു മിക്സറിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ 20 പീസസ് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 നാരങ്ങയുടെ ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈം ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ നാരങ്ങ മുഴുവനായിട്ട് ഇടയില്ല. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും. സോ നമ്മൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ജ്യൂസുകൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് 2 നാരങ്ങയുടെ ലൈം ജ്യൂസ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിനേക്കാട്ടിലും ക്വാണ്ടിറ്റി ജ്യൂസ് അടിക്കുന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസും കൂടുതലായിട്ട് ആഡ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പിൻ്റെ 3/4 പോർഷനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുക്കുന്നത്. നല്ല പോലെ അടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും ബാക്കി ഷുഗർ ആഡ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് അടിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഷുഗർ ഇല്ലേ, അതും കൂടി ആഡ് ചെയ്ത് നല്ല പോലെ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം കുടിക്കാൻ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.